പാമ്പൻ പാലം എത്തുമ്പം ട്രെയിനിനകത്ത് ആർക്കൊക്കെ മൊബൈലുണ്ട് അവരുടെ മൊബൈലെല്ലാം ഇപ്പോൾ ഓണാവും. അപ്പോൾ പാമ്പൻ പാലത്തിൻ്റെ ചരിത്രം എന്താണെന്ന് നിങ്ങൾക്കറിയണ്ടേ? അത് കേട്ടോളൂ. തമിഴ്നാട്ടിലെ രാമനാഥപുരം ജില്ലയുടെ ഭാഗമായ പാമ്പൻ ദ്വീപിനെ പ്രധാന കരയുമായി ബന്ധിപ്പിക്കുന്ന പാലമാണ് പാമ്പൻ പാലം. തീവണ്ടിക്ക് പോകാനുള്ള പാലവും മറ്റു വാഹനങ്ങൾക്കായുള്ള പാലവും സമാന്തരമായി ഉണ്ടെങ്കിലും തീവണ്ടി പാലത്തിനെയാണ് പ്രധാനമായും പാമ്പൻ പാലം എന്ന് വിളിക്കുന്നത്. റോഡ് പാലത്തേക്കാൾ പതിറ്റാണ്ടുകളുടെ പഴക്കമുള്ള തീവണ്ടി പാലത്തിന് ഈ പേര് പണ്ടേ പതിഞ്ഞിരിക്കുന്നു. ഒരു നൂറ്റാണ്ടോളം പഴക്കമുള്ള പാമ്പൻ പാലം രാജ്യത്തെ എഞ്ചിനീയറിംഗ് വിസ്മയങ്ങളിൽ ഒന്നായാണ് കണക്കാക്കപ്പെടുന്നത്. 2345 മീറ്റർ നീളമുള്ള പാമ്പൻ പാലം രാജ്യത്തെ ഏറ്റവും നീളമുള്ള ഒന്നാമത്തേത് അടൽ സേതു മുംബൈയിലാണ്. രണ്ടാമത്തെ കടൽ പാലമാണ്. കപ്പലുകൾക്ക് കടന്നുപോകാൻ സൗകര്യമൊരുക്കി പകുത്തുമാറാൻ കഴിയുന്ന രീതിയിലാണ് പാലത്തിൻ്റെ നിർമ്മാണം. പ്രധാന കരയ്ക്കും രാമേശ്വരം ഉൾപ്പെടുന്ന പാമ്പൻ ദ്വീപിനും ഇടയിലുള്ള പാക് കടലിടുക്കിനും കുറുകെയാണ് പാലം. മീറ്റർ ഗേജ് തീവണ്ടികൾക്ക് മാത്രം കടന്നുപോകാൻ കഴിഞ്ഞിരുന്ന പഴയ പാലം റെയിൽവേ വിപുലീകരണത്തിൻ്റെ ഭാഗമായി 2007 ബ്രോഡ് ഗേജായി മാറി. പഴയ പാലത്തിന് സമാന്തരമായി നിർമ്മിക്കപ്പെട്ട പുതിയ പാലം 2025 ഏപ്രിൽ മാസത്തിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. പാമ്പൻ പാലത്തിൻ്റെ ചരിത്രത്തിന് ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ സുവർണകാലത്തോളം തന്നെ പഴക്കമുണ്ട്. പാക് കടലിടുക്കിന് കുറുകെ പാലം നിർമ്മിക്കാൻ ബ്രിട്ടീഷുകാർക്ക് പ്രചോദനമായത് ധനുഷ്കോടിയും ശ്രീലങ്കയുമായുള്ള സാമീപ്യമാണ്. രാമേശ്വരത്തിൻ്റെ ഏറ്റവും കിഴക്ക് ഭാഗത്ത് സമുദ്രത്തിലേക്ക് നീണ്ടുകിടക്കുന്ന തുരുത്താണ് ധനുഷ്കോടി. ഇവിടെ നിന്ന് ശ്രീലങ്കയിലേക്ക് കടലിലൂടെ 16 കിലോമീറ്റർ ദൂരമേയുള്ളൂ. ചരക്കുകളും മറ്റ് ദക്ഷിണേന്ത്യയിലെ പ്രധാന കേന്ദ്രങ്ങളിൽ നിന്ന് ധനുഷ്കോടിയിലേക്ക് എത്താൻ ഏക തടസ്സം പാക് കടലിടുക്കായിരുന്നു. 1914 ഫെബ്രുവരി 24 പാല നിർമ്മാണം പൂർത്തിയായി. സൗത്ത് ഇന്ത്യൻ റെയിൽവേ കമ്പനി MD ആയിരുന്ന നെവിലി പ്രിസ്ലി ആയിരുന്നു ഉദ്ഘാടകൻ. വൈറ്റ് എന്ന ഇംഗ്ലീഷുകാരനായിരുന്നു പ്രോജക്റ്റ് ഓഫീസർ. കപ്പലുകൾക്ക് കടന്നു പോകേണ്ടിയിരുന്നതിനാൽ നടുഭാഗം കപ്പൽച്ചാലിൻ്റെ വീതിയിൽ ഇരുവശങ്ങളിലേക്കുമായി ഉയർത്തി മാറ്റാവുന്ന രീതിയിലാണ് പാലം രൂപകൽപ്പന ചെയ്തത്. അങ്ങനെ സാങ്കേതിക വളർച്ച വെച്ച് നോക്കുമ്പോൾ അത്യാധുനികമായിരുന്നു ഈ ലിഫ്റ്റ്. ലണ്ടനിൽ നിർമ്മിച്ച ഭാഗങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് കൂട്ടിച്ചേർക്കുകയായിരുന്നു. ബ്രിട്ടീഷ് കാലത്തെ നിർമ്മിതിയായതിനാലും പിന്നീട് പുതുക്കിപ്പണിത കരുത്തിലും പാലം ഒരു നൂറ്റാണ്ടിലേറെ ദൃഢതയോടെ നിലകൊണ്ടു. പാമ്പൻ പാലം യാഥാർത്ഥ്യമായതോടെ ദക്ഷിണേന്ത്യയിലെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് ശ്രീലങ്കയിലേക്കുള്ള പോക്കുവരവ് ഏറെ എളുപ്പമായി. പാലം പണിയും മുമ്പ് മണ്ഡപം വരെ സർവീസ് നടത്തിയിരുന്ന ട്രെയിൻ ധനുഷ്കോടി വരെയാക്കി. ധനുഷ്കോടിയിൽ നിന്ന് ശ്രീലങ്കയിലെ തലൈമന്നാറിലേക്ക് നിരവധി ചെറു കപ്പലുകൾ സർവീസ് നടത്തി. അവിടെ നിന്ന് കൊളംബോയിലേക്ക് വേറെ ട്രെയിൻ. കോയമ്പത്തൂരിൽ നിന്നും കോട്ടയത്തു നിന്നുമെല്ലാം ഒറ്റ ടിക്കറ്റിന് കൊളംബോ വരെ എത്താമായിരുന്നു. 3 ഭാഗവും കടലിനാൽ ചുറ്റപ്പെട്ട ധനുഷ്കോടിക്ക് ഒരു ആധുനിക നഗരത്തിൻ്റെ എല്ലാ കെട്ടും മട്ടും ഉണ്ടായിരുന്നു അന്ന്. പുതിയ ബ്രോഡ് ഗേജ് ഒരു നിർമ്മിക്കണമെങ്കിൽ 800 കോടി രൂപ ചെലവ് വരുമെന്നതിനാൽ പാമ്പൻ പാലം ഉപേക്ഷിക്കേണ്ട സാഹചര്യം വന്നപ്പോൾ APJ അബ്ദുൽ കലാം രാഷ്ട്രപതിയാവുന്നത്. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം പാലം പുതുക്കിപ്പണിത് ബ്രോഡ് ഗേജാക്കാൻ IIT വിദഗ്ധർ സഹായത്താൽ കഴിഞ്ഞു. 2007 പാമ്പൻ പാലം ബ്രോഡ് ഗേജായി മാറി. 24 കോടിയായിരുന്നു ചിലവ്. 2009 ചരക്ക് തീവണ്ടിക്ക് പോകാൻ കഴിയും വിധം ശക്തിപ്പെടുത്തി. ഇന്ന് പാമ്പൻ പാലത്തിന് 2057 മീറ്റർ നീളമുണ്ട്. 145 തൂണുകൾ, 40 അടി വീതിയുള്ള ഉരുക്ക് ഗർഡർ. ഇത് ഇന്ത്യയിലെ ആദ്യ കാൻറ്റിലിവർ പാലം. പുതിയ പാമ്പൻ പാലത്തിന് 2019 നവംബറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് തറക്കല്ലിട്ടത്. 540 കോടി രൂപയാണ് നിർമ്മാണ ചെലവ്. 2022 മാർച്ചിൽ പണി പൂർത്തിയാകാനായി.